ഹലോ നമസ്കാരം. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? T20 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യ ഇന്ന് അയർലൻഡിനെതിരെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു. ഇന്ത്യയുടെ പ്ലേയിങ് 11 കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാവരും മുറ്റും നോക്കുന്നത് ഇന്ത്യയുടെ ആ ഒരു പ്രോബബിൾ 11 എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നതും അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും ആ ഒരു പ്രോബബിൾ 11 കുറിച്ച് തന്നെയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇതൊരു പ്രോബബിൾ 11 മാത്രമാണ്, അതായത് സാധ്യത 11. ഒരിക്കലും നമുക്കൊരു ഒഫീഷ്യൽ 11 ഒന്നും പറയാൻ പറ്റില്ല. പല ചാനലുകളിലും ഇങ്ങനെയാണ് ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ചില താരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ചില 11 ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ചില ക്രിക്കറ്റ് പോർട്ടലുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള 11കളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അമേരിക്കയിലെയും വെസ്റ്റ് ഇൻഡീസിലെയും വേൾഡ് കപ്പ് വേദികളിൽ ഇന്ത്യൻ ടീമിനെ തുടർച്ചയായിട്ട് പിന്തുടരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് വിമൽ കുമാർ. അദ്ദേഹം ഇന്ത്യയുടെ പ്ലേയിങ് 11 സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയോടൊപ്പം വിരാട് കോഹ്ലിയാവും ഇറങ്ങുക എന്നുള്ളതാണ് വിമൽ കുമാർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകൾ ഉണ്ടോ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം കോഹ്ലി ഓപ്പണറായിട്ട് ഇറങ്ങുമോ, അതിനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യശസ്വി ജയ്സ്വാൾ കളിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി അല്ലാതെ മറ്റു ഓപ്ഷൻ ഉണ്ടോ ഇന്ത്യക്ക് ഓപ്പണറായിട്ട് ഇറക്കാൻ? അതും ഇല്ല എന്നുള്ളത് തന്നെയാണല്ലോ ഒരു യാഥാർത്ഥ്യം. എന്തായാലും യശസ്വി ജയ്സ്വാൾ ആദ്യ മത്സരത്തിൽ കളിക്കാൻ ഇടയില്ലെന്ന് കൂടി വിമൽ കുമാർ അദ്ദേഹത്തിന് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെ ഓപ്പണർമാരായിട്ട് ഇറങ്ങുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രോഹിത് ശർമ്മയോട് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രസ് കോൺഫറൻസിൽ. ആരായിരിക്കും ഓപ്പണറായിട്ട് ഇറങ്ങാൻ പോവുക എന്നുള്ള ചോദ്യത്തിന് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുള്ള ഉത്തരം അത് ജയ്സ്വാൾ അല്ലെങ്കിൽ കോഹ്ലി എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയ്സ്വാൾ കളിക്കില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇന്ത്യക്ക് വേണ്ടി 3-ാം നമ്പറിൽ ആര് കളിക്കും? അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിമൽ കുമാർ പറയുന്നത് ഋഷഭ് പന്ത് ആയിരിക്കും എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള വാമപ്പ് മാച്ചിൽ നമ്മൾ കണ്ടതാണ് 3-ാം നമ്പറിൽ ഇറങ്ങിക്കൊണ്ടായിരുന്നല്ലോ ഋഷഭ് പന്ത് ഒരു ഗംഭീര പ്രകടനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അന്ന് അർദ്ധ സെഞ്ചുറിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിനായിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ഋഷഭ് പന്തിനെ 3-ാം നമ്പറിൽ കളിപ്പിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷഭ് പന്തിനെ ഒരു അവസരം നൽകണം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു 3-ാം നമ്പറിൽ ഇറക്കിയത് എന്നുള്ളത്. കാരണം അന്ന് ബാറ്റിംഗ് മോഡലൊക്കെ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇന്ത്യൻ ടീമിനെ ഇപ്പൊ പിന്തുടരുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള വിമൽ കുമാർ പറയുന്നു ഋഷഭ് പന്ത് 3-ാം നമ്പറിൽ കളിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും പന്ത് 3-ാം നമ്പറിൽ കളിക്കുകയാണെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ അവസരം അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്ന് കൂടി വിമൽ കുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവും 5-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും ഇറങ്ങുമ്പോൾ ശിവം ദുബെ ആദ്യ മത്സരത്തിൽ പ്ലേയിങ് 11ലേക്ക് എത്തുന്നു കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രവീന്ദ്ര ജഡേജ ആയിരിക്കും സ്പിൻ ഓൾറൗണ്ടറായിട്ട് എത്തുക എന്നുള്ളതും അതുപോലെ തന്നെ RRൽ നമ്മുടെ സഞ്ജുവിന്റെ സഹതാരമായിട്ടുള്ള യുസ്വേന്ദ്ര ചാഹലിനും ആദ്യ മത്സരത്തിലെ പ്ലേയിങ് 11ൽ അവസരം ഉണ്ടാകില്ല എന്നൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാലും യുസ്വേന്ദ്ര ചാഹലിന് പകരം ബാറ്റിംഗ് കൂടി കണക്കിലെടുത്തുകൊണ്ട് അക്സർ പട്ടേലിന് ആദ്യ മത്സരത്തിൽ അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത്. അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് ലഭിക്കുന്ന പിന്തുണ കണക്കിലെടുത്തുകൊണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ആയിക്കൊണ്ട് കുൽദീപ് യാദവിനെ പ്ലേയിങ് 11ലേക്ക് എത്തിക്കുന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ വിമൽ കുമാർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. എന്തായാലും സ്പെഷ്യലിസ്റ്റ് പേസർമാരായിക്കൊണ്ട് ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗുമാകും ഇറങ്ങുക എന്നുള്ളതും വിമൽ കുമാർ അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് കണക്കിലെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സഞ്ജു, യശസ്വി ജയ്സ്വാൾ, ചാഹൽ അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് ഒക്കെ പുറത്തിരിക്കേണ്ടി വരുന്നുള്ള സൂചനകളാണ് വിമൽ കുമാർ നൽകുന്നത്. പക്ഷേ ന്യൂസ് 18 പോലത്തെ മാധ്യമങ്ങളൊക്കെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ് എന്നുള്ള 11 ഒക്കെ തന്നെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ക്രിക്ക് ട്രാക്കറിന്റെ ആ ഒരു 11ലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, വിരാട് കോഹ്ലി, ജയ്സ്വാൾ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, അതുപോലെ തന്നെ കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നുള്ള ഒരു 11 ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും സഞ്ജു സാംസൺ കളിക്കുമെന്നുള്ള ഒരു കൃത്യമായിട്ട് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവാണെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ സഞ്ജു സാംസണും ഋഷഭ് പന്തിനും രണ്ടുപേർക്കും അവസരം കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കണ്ടെന്ന് അറിയേണ്ടതാണ്. കാരണം അയർലൻഡ് പോലെ ഒരു ടീമിനെതിരെയാണല്ലോ ഇന്ത്യ കളിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യൻ ടീം പൊളിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം. ആവശ്യത്തോട് കാത്തിരിക്കുന്നു ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് അയർലൻഡിനായിട്ടുള്ള പോരാട്ടത്തിനായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.